ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതിയുടെ കള്ളക്കളി രേവതി കൈയോടെ പൊക്കി നമ്മുടെ ദേവുമായിട്ടത് കാണിച്ചും കൊടുത്തു. അപ്പോൾ ശ്രുതിയേട്ടനെയും കുടുംബത്തെയും ശ്രുതി ചേച്ചി ചതിക്കായിരുന്നു എന്നുള്ള കാര്യം ദേവു പറയുമ്പോൾ ദേവു നീ ഇത് ആരോടും പറയരുത് കേട്ടോ എന്ന് രേവതി പറയാം. എല്ലാവരോടും ഇത് പറയണം ചേച്ചി, ശരിക്കും അവരാരാണെന്ന് എല്ലാവരും അറിയട്ടെ, അവരുടെ കള്ളക്കഥ പൊളിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വേണ്ട ദേവു ഇപ്പം ആരോടും ഇതിനെപ്പറ്റി ഒന്നും പറയണ്ടെന്ന് പറഞ്ഞു രേവതി. ഞാൻ പറഞ്ഞ നീ എന്താ കേൾക്കില്ലേ എന്ന് ചോദിച്ചു. കേൾക്കാവെന്നും പറഞ്ഞാലേ അത് വലിയ പ്രശ്നമാവുന്നത് കൊണ്ടാണ്, അമ്മയോട് പോലും നീ ഇത് പറഞ്ഞേക്കല്ലേ എന്നൊക്കെ രേവതി ദേവുവിനോട് പറയുക കേട്ടോ. ശരി ചേച്ചി എന്ന് ദേവു പറഞ്ഞു. എന്നാലും ചേച്ചി മോളെ ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ എന്ന് ചോദിച്ചു. എന്നും പറഞ്ഞ് ദേവു ഓടുന്നു പോയി. രേവതി പിന്നെ വീട്ടിലേക്ക് പോവുക. വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും ദേവു പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടാണ് നമ്മുടെ രേവതി പോകുന്നത്. അപ്പോൾ രേവതി പരിസരം പോലും മറന്നിങ്ങനെ വണ്ടി ഓടിക്കുന്നു. ഒരു ഓട്ടോയായിട്ട് ഇടിക്കാനൊക്കെ ആയിട്ട് ചെന്നു. അപ്പോൾ കുട്ടി എന്താ ഈ കാണിക്കുന്നത്, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കേണ്ടത്, ഇടത് സൈഡിൽ കൂടെ അല്ലേ വണ്ടി പോകേണ്ടത്, റോങ് സൈഡാണോ കയറി വരുന്നത്, ശ്രദ്ധിച്ച് നോക്കി ഓടിക്കുന്നു പറഞ്ഞുകൊണ്ട് ആ ഓട്ടോക്കാരൻ രേവതിയെ വഴക്ക് പറഞ്ഞു. രേവതി എന്നിട്ട് വണ്ടി എടുത്ത് തിരിച്ച് നേരെ വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ടാണെങ്കിലും ഈ സ്കൂട്ടറിൽ നിന്ന് ഇറങ്ങാതെ അതിൽ തന്നെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ ആലോചനയായിട്ട്. അപ്പോഴും നമ്മുടെ ദേവു പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി എല്ലാം ആലോചിക്കുക. കുഞ്ഞുണ്ടായതും അതുപോലെ രണ്ടാമത്തെ പ്രഗ്നൻസിക്ക് ചെക്കപ്പിന് വന്നതാണെന്ന് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറഞ്ഞത്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി സാർ ഞാൻ വരുന്നു സാർ, ഒരു 5 മിനിറ്റിന് ഉള്ളിൽ ഞാൻ ഇവിടെ എത്തുമെന്നൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ ഫോൺ വിളിച്ചിങ്ങനെ വരിക. ഇത് ആദ്യത്തെ പ്രസവമാണ് സാർ, അത് രണ്ടാമത്തെ പ്രസവമാണോ ചോദിക്കുമ്പോൾ പ്രസവോ എന്ന് സച്ചിയോട് രേവതി ചോദിക്കുക. ഒരു പ്രഗ്നൻ്റായ സ്ത്രീയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി വിളിക്കുന്നതാണെന്ന് സച്ചി അന്നേരം രേവതിയോട് പറയുകയും ചെയ്തു. ശരി ഓക്കെ സാർ, ആദ്യത്തെ പ്രസവമാണെങ്കിൽ ഞാൻ ഫ്രീ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാം, 1 രൂപ പോലും തരണ്ട. രണ്ടാമത്തെ പ്രസവമാണെങ്കിൽ നിങ്ങളെ കൊണ്ട് തരാൻ പറ്റുന്ന എന്തെങ്കിലും തന്നാൽ മതി എന്നൊക്കെ പറയും. ചിലർ 3, 4 ഒക്കെ 5 ഒക്കെ പ്രസവിക്കാറുണ്ടല്ലോ, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഓടാൻ പറ്റത്തില്ലല്ലോ സാറെന്നും സച്ചി ഇങ്ങനെ നിന്ന് പറയുക കേട്ടോ. രേവതിയുടെ മുന്നിൽ നിന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് അരി മേടിക്കണ്ടേ, ഞാൻ പെട്ടെന്ന് വരാം സാർ, ഓക്കെ എന്നൊക്കെ പറഞ്ഞ ഫോണും കട്ട് ചെയ്തു. രേവതി അവരെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി വണ്ടിയെ കയറുമ്പോൾ അല്ല ഇത് ആദ്യത്തെ പ്രസവമാണോ അതോ രണ്ടാമത്തെ പ്രസവമാണോ എന്ന് രേവതി ചോദിച്ചു. രണ്ടാമത്തെ പ്രസവമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ പ്രസവം നടന്നത് എപ്പോഴായിരിക്കും എന്ന് രേവതി സച്ചിയോട് ചോദിക്കട്ടെ. സച്ചി എന്നറിയേ ഇവയ്ക്ക് തന്നെ പറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അത് ഞാനെങ്ങനെ അറിയാനാണെന്ന് ചോദിച്ചു. വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഞാൻ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റ് കൂടെ വേണമെന്ന് പറ. അല്ലല്ലോ ഓരോരോ ചോദ്യങ്ങളേന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇവളുടെ ഒരു കാര്യമെന്ന് പറഞ്ഞ് വണ്ടിയെ കയറാൻ നോക്കുമ്പോൾ രണ്ടാമത്തെ പ്രസവം എന്ന് പറഞ്ഞാൽ ആദ്യം ഒരു കുഞ്ഞിനെ ജന്മം നൽകി കാണുമല്ലോ അല്ലേ എന്ന് രേവതി സച്ചിയോട് ചോദിക്കും. അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കോട്ടോ, ഇതെന്നെ ഇത് വീണ്ടും രേവതിയുടെ അടുത്തേക്ക് ചെന്നു. നിനക്കിതെന്നാ പറ്റിയേ? എനിക്ക് പകരം നീ ഏതെങ്കിലും മാറിൽ കയറുക രേവതി, അല്ല എത്ര എണ്ണം അടിച്ചു എന്നൊക്കെ സച്ചി ചോദിക്കുകയാണ് രേവതിയോട്. അപ്പോൾ ഈ ഒരു കുഞ്ഞുണ്ടല്ലേ, ബെസ്റ്റ്. നിന്നോട് സംസാരിക്കാൻ നിന്നാലേ ആ സ്ത്രീ അവരുടെ വീട്ടിൽ തന്നെ പ്രസവിക്കും, ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ടി വരില്ല എന്ന് പറഞ്ഞ് സച്ചി വണ്ടിയെ കയറി അങ്ങ് പോയി. രേവതി എന്നിട്ട് ഈ പരിസരമൊക്കെ മറന്നുപോയി, എന്തൊക്കെയോ ഇതായി പോയിട്ടോ. എന്നിട്ട് രേവതി ഇങ്ങനെ സ്വബോധം ഇല്ലാത്തതുപോലെ, അതായത് പരിസരം മറന്ന് ഏതോ സ്വപ്നലോകത്തൊന്നുള്ളതുപോലെ വീടിനകത്തേക്ക് കയറി വന്ന് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ചന്ദ്രമതി ഇങ്ങനെ താടയ്ക്കും കൈയും കൊടുത്ത് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. രേവതി എന്നും പറഞ്ഞ് വിളിച്ചു. അവിടെ രേവതി കേൾക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ ആലോചിച്ച് തന്നെ നിൽക്കുമ്പോഴത്തേക്കും ചന്ദ്രൻ രേവതി അന്തം വിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് എഴുന്നേറ്റ് രേവതിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇങ്ങനെ രേവതി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കുക. രേവതി ഇങ്ങനെ നോക്കി തന്നെ നിൽക്കുവാണ് ഇങ്ങനെ ആലോചനയിൽ. രേവതി എന്നും പറഞ്ഞോണ്ട് ഒറ്റ വിളി. അപ്പോഴത്തേക്കും ഒറ്റ ഞെട്ടല്. എന്താടി ഞാൻ കടുകുമണിയാണോടി എന്ന് ചോദിച്ചു ചന്ദ്ര. ആണോ എന്ന് രേവതി തിരിച്ച് ചോദിക്കുമോ? ആണോന്നോ? ഇത്രയും വലിയൊരു രോഗം മുന്നിൽ നിന്നിട്ട് നീ എന്താടി കാണുന്നില്ലേ, അതോ കാണാത്തതുപോലെ നിനക്കങ്ങ് തോന്നുവാണോന്ന് ചന്ദ്ര ചോദിക്കുമ്പം അമ്മ എപ്പോഴാണ് വന്നോന്ന് ചോദിച്ചു. വരാൻ ഞാൻ എവിടേക്കെങ്കിലും പോയോടി, നീ അല്ലേ വെളിയിലോട്ട് പോയി നാട് ചുറ്റി കറങ്ങി കയറി വന്നിരിക്കുന്നതെന്ന് ചോദിക്കാം. പുറത്ത് വെയിലടിച്ച് നിന്റെ തല ചൂടായോടി എന്നൊക്കെ ചന്ദ്ര രേവതിയോട് ചോദിക്കുമ്പം ഞാൻ നാട് ചുറ്റാൻ പോയതൊന്നും അല്ലാമേ, പൂ കൊടുക്കാൻ പോയതാണെന്ന് രേവതി പറയുമ്പോൾ പൂ കൊടുക്കാൻ ഇത്രയും സമയമോ, പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് എവിടെ ആയിരുന്നടി നീ, എന്നിട്ട് വരുന്നതോ ഇവിടുത്തെ ജോലിയൊക്കെ ആരാടി എടുക്കുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണോ അമ്മയെന്ന് ചോദിച്ചു. പെട്ടെന്ന് പോയി ടീ എടുത്തിട്ട് വരാൻ പറഞ്ഞു. എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രയുടെ മുന്നിലൂടെ എന്തൊക്കെയോ ഒരു ഇതുപോലെ രേവതി പോയി. അപ്പോൾ രേവതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ടി വിയിൽ ഒരു വീഡിയോ കാണും, അതും ഒരു പ്രസവത്തിൻ്റെ ഒരു ഇത്. അപ്പോഴത്തേക്ക് രേവതി അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കും. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ നോക്കോട്ടോ, ഇവക്കിത് എന്നതാ ഇവക്ക്, രേവതി നീ എന്നൊക്കെ കാണിക്കുന്നേന്ന് ചോദിച്ചു. എന്നാ പറ്റിയേ, നിനക്ക് എന്നതാ പറ്റിയെന്ന് ചോദിക്കുമ്പം അമ്മയല്ലേ പറഞ്ഞത് ടി വി വെക്കാൻ എന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ രേവതി പറയുമ്പോൾ ചന്ദ്ര എടുത്ത് അങ്ങ് ഓഫ് ചെയ്തു. ഞാൻ ടി വി വെക്കാനാണോടി ഞാൻ പറഞ്ഞത്, ടീ എടുത്തോണ്ട് വരാനല്ലേടി പറഞ്ഞത് എന്ന് ചോദിച്ചു. അയ്യോ ഞാൻ കേട്ടത് ടി വി വെക്കാനമ്മ, നീ ഏത് ലോകത്തടി, പറഞ്ഞതൊന്നും അല്ലല്ലോ നീ കേൾക്കുന്നത്. അല്ലമ്മ ഞാൻ അങ്ങനെയാ അമ്മ കേട്ടത്, അതുകൊണ്ടാ. അപ്പം നീ അങ്ങനെയൊക്കെ കേൾക്കും, പോയി ചെവിയിൽ ആദ്യം പോയി എണ്ണ ഒഴിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര രേവതിയോട് പറയാം. അപ്പോൾ രേവതി ഇങ്ങനെ നോക്കി നിൽക്കുക. എന്താ അടി നോക്കി നിൽക്കുന്നത്, അപ്പോൾ ടീ എടുത്തിട്ട് വാടി എന്ന് പറഞ്ഞു.
ആ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോൾ ചന്ദ്ര ഇങ്ങനെ രേവതിയെ നോക്കി, ഇവയ്ക്ക് തന്നെ പറ്റി, ഇനി ഇവക്കടെ കിളി പോയോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക ചന്ദ്ര. അടുക്കളയിൽ പോയിട്ട് രേവതി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും പുറത്ത് ശ്രുതിയും കൂടെ കടയിലും ഒക്കെ പോയിട്ട് കയറി വരും. അമ്മേ അമ്മേ എന്നും പറഞ്ഞ് വിളിച്ച്, എന്താ കാര്യമാടാന്ന് ചോദിച്ചു അമ്മ മോനോട്. ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ്, അമ്മയ്ക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എന്ത് ഗുഡ് ന്യൂസ് ആണെന്ന് ചോദിച്ചു. ആൻറ്റി അത് സ്വീറ്റ്സ് കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി ഭയങ്കര ചിരിയും സന്തോഷം. അമ്മ എടുക്കമ്മേ എടുക്ക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതി. രണ്ടുപേരുടെയും മുഖത്ത് സന്തോഷം പൂത്ത് വിടരുകയാണല്ലോ എന്ന് ചന്ദ്ര ചോദിച്ചു. അയ്യോ ശ്രുതിക്ക് ഭയങ്കര ചിരി. ആ ഗുഡ് ന്യൂസ് ഒന്ന് പറയടാ എന്ന് പറയുമ്പം, പറയാമേ അമ്മ ആദ്യം ഈ സ്വീറ്റ്സ് ഒന്ന് കഴിക്കാം, ഞാൻ പറയാമെന്ന് പറഞ്ഞു. കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയും കൂടെ നിർബന്ധിച്ച് ചന്ദ്രയെ കൊണ്ട് സ്വീറ്റ്സ് കഴിപ്പിക്കുക. ഇന്ന് അത്രയ്ക്ക് സന്തോഷമുള്ളൊരു ദിവസം അമ്മേ എന്ന് ശ്രുതി പറഞ്ഞു. മതി, എന്താ സന്തോഷം ഒന്ന് പറയടാന്ന് അമ്മ പറയുമ്പം, അമ്മേ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസം അമ്മയെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയാട്ടോ. അപ്പോഴും ശ്രുതിയെ ഇങ്ങനെ ഇങ്ങനെ ചിരിക്കാം. ഇനി നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ഗുഡ് ന്യൂസ് ഞാൻ അങ്ങോട്ട് പറയട്ടെ എന്ന് ചന്ദ്ര ചോദിച്ചു. പറയാൻ പറഞ്ഞു ഇവർ. അപ്പോൾ ശ്രുതിയുടെ മുഖത്ത് അത് തെളിഞ്ഞ് കാണുന്നുണ്ട് എന്നും ചന്ദ്ര പറയാട്ടോ. അപ്പോൾ എൻ്റെ മുഖത്തോ എന്നും പറഞ്ഞു ശ്രുതി ഇങ്ങനെ നിൽക്കുക കേട്ടോ. നിനക്ക് വിശേഷം ഉണ്ടല്ലേ ശ്രുതി, നീ പ്രഗ്നൻ്റ് അല്ലേ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോഴത്തേക്കും രണ്ടിൻ്റെയും ചിരി മാഞ്ഞിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ആൻറ്റി അയ്യോ ഞാൻ പ്രഗ്നൻ്റ് ഒന്നുമല്ല എന്ന് ശ്രുതി അന്നേരം ചാടിക്കയറി പറഞ്ഞു. പിന്നെന്നതാ ഇങ്ങനെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക കേട്ടോ. ആൻറ്റി ഊഹിച്ചോ ഓരോന്നിങ്ങനെ പറയല്ലേ ആൻറ്റി, അതല്ലാണ്ട് പിന്നെന്താ എത്ര സന്തോഷിക്കാനായിട്ടുള്ളതെന്ന് ചോദിക്കുമ്പം, അമ്മ എൻ്റെ കടയിലമ്മ വിശേഷം. അതാ ഞാൻ പറഞ്ഞേ, ഇന്ന് ഒറ്റയടിക്ക് 20ഓളം TV വിറ്റുപോയമ്മേ എന്ന് പറയുമ്പം, 20 TV എന്ന് ചോദിച്ചു ചന്ദ്ര. അതെ, ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് ഓർഡർ ആണെന്ന് ശ്രുതി പറയുമ്പോൾ, ഇതിൽ എത്ര സന്തോഷിക്കാൻ എന്താ ഇരിക്കണേന്ന് ചോദിച്ചു അമ്മ. അമ്മേ എനിക്കതിന് നല്ല പ്രോഫിറ്റ് കിട്ടിയില്ലേ അമ്മേ. പ്രോഫിറ്റ് നിങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ കരുതി നിങ്ങൾ അച്ഛനും അമ്മയാകാൻ പോവുകയാണെന്ന്. അതല്ല അമ്മേ അതല്ല കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ പറയാം കേട്ടോ. നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി കാണുന്നതിനേക്കാളും വലിയ സന്തോഷം എനിക്ക് വേറെ ഒന്നുമില്ല ശ്രുതി എന്ന് ചന്ദ്ര ശ്രുതിയോട് പറയണം. പിന്നെ അത് പെട്ടെന്ന് തന്നെ വേണം കേട്ടോ. അമ്മയാവാൻ നിനക്കെന്താ ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പം, ആൻറ്റി അത് എനിക്ക്, നിനക്കെന്താണ് അച്ഛനാവാൻ ആഗ്രഹമില്ലേ, അപ്പോൾ അതൊക്കെ നടന്നോളൂ അമ്മേ എന്ന് ശ്രുതി. അമ്മേ ഒറ്റയടിക്ക് 20 TV വിറ്റത് എങ്ങനെയാണെന്ന് നമുക്ക് അറിയണ്ടേന്ന് ചോദിച്ചു. അത് അതിന് കാരണം എൻ്റെ ഈ കവചമാണ്, ഈ കവചം എന്ന് പറയുമ്പോൾ, കവചോ അതെന്നേ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇതാണ് എൻ്റെ കവചം എന്ന്. അമ്മേ ജോത്സ്യം പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ കളർ ഷർട്ട് ഇടാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് നല്ല കാലം തുടങ്ങി, എൻ്റെ ടൈം വർക്കൗട്ടായി അമ്മേ. ഇങ്ങനെയാണെങ്കിൽ നീ എൻ്റെ മുന്നിൽ വരുമ്പോൾ ഒറിജിനൽ കവചം ഇടേണ്ടി വരുമെന്ന് ചന്ദ്ര അന്നേരം പറയാം. അമ്മയുടെ ഒരു തമാശ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുക ശ്രുതി. അപ്പോഴേക്ക് രേവതി ആയിട്ട് അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോഴാണ് ഇവരവിടെ നിൽക്കുന്നത് കാണുന്നത്. അപ്പോൾ ശ്രുതിയെ കണ്ടപ്പോൾ നമ്മുടെ രേവതി ശ്രുതിയെ ഇങ്ങനെ തുറിച്ച് നോക്കുക കേട്ടോ. അപ്പോൾ ഇതെന്താ ഇവളെന്നെ ഇങ്ങനെ നോക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അന്നേരം നിൽക്കുക കേട്ടോ. ഈ ചായക്കപ്പം പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക നമ്മുടെ രേവതി. അപ്പോൾ എന്താടി ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്ന് ചന്ദ്ര രേവതിയോട് ചോദിച്ചു. ഇങ്ങ് വാടിയ ചായ ഇങ്ങ് നാടിയെന്ന് പറഞ്ഞു. അപ്പോഴും രേവതി വന്ന് ശ്രുതിയെ ഇങ്ങനെ അടിമൂടി നോക്കുക കേട്ടോ. അപ്പോൾ ശ്രുതി ഇങ്ങനെ രേവതി ഇങ്ങനെ നോക്കുന്നു. അപ്പോൾ ശ്രുതിയും രേവതി ഇങ്ങനെ നോക്കി തന്നെ ഇങ്ങനെ നോക്ക്. അല്ല എന്താ രേവതി നീ ഇങ്ങനെ നോക്കുന്നേ എന്ന് ചോദിക്കുമ്പം, ഒന്നുമില്ല എന്ന് രേവതി ശ്രുതിയോട് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഒരു കൂസലില്ലാണ്ട് ഇങ്ങനെ നിൽക്കുക. രേവതി ഞങ്ങളുടെ ഷോറൂമിൽ ഇന്ന് നല്ല സെയിൽ നടന്നു, അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ സ്വീറ്റ്സ് എടുക്കാൻ പറഞ്ഞു രേവതിയോട് ശ്രുതിയെ. അപ്പോഴേക്കും രേവതി ഇതെടുക്കാതെ തിരിഞ്ഞു പോകുമ്പം, എന്താടി ഇത്? അപ്പോൾ എന്താ ഇത്, നിന്നോട് ഞാൻ ചായ അല്ലേ ചോദിച്ചേ? അപ്പോൾ ചായ തന്നെയാണല്ലോ അത്. ചായയോ? ഇത് കോഫിയാണെന്ന് പറഞ്ഞു. അയ്യോ ഞാൻ ചായ അല്ലേ ഉണ്ടാക്കിയേ. അപ്പോൾ എന്തിനാടി നീ ഇങ്ങനെ കള്ളം പറയുന്നേ? ശ്രുതി നീ ഇത് കുടിച്ചു നോക്കാൻ പറഞ്ഞു. അയ്യോ ശ്രുതി അരുത്, അമ്മ അത് കഴിച്ചിരുന്നു, അമ്മയുടെ എച്ചിലാ അത്, നീ അത് കഴിക്കാൻ പാടില്ല എന്ന് ശ്രുതി പറയുമ്പം, എടാ എന്താടാ നീ പറഞ്ഞേ? ഞാനെന്താടാ തൊട്ടുകൂടാത്തോളാണോടാ എന്ന് ചോദിച്ചു ചന്ദ്ര. അല്ലമ്മേ പൂജാരി. വീടാ ആൻറ്റി, ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അത് മേടിച്ച് കുടിച്ചു. അപ്പോൾ ഇത് കോഫി തന്നെയാണെന്ന് ശ്രുതിയും പറഞ്ഞു. ഇപ്പോൾ എന്നതാ ഈ കാണിക്കുന്നേ? ഇവളോട് ഞാൻ ടീ ചോദിച്ചപ്പോൾ TV ഓണാക്കുന്നു, ടീക്ക് പകരം കോഫി തരുന്നു, എന്നിട്ട് ടീ ആണെന്ന് പറയുന്നു. എന്നെ കണ്ടാൽ നിനക്ക് എന്താടി തോന്നുന്നേ? എടി നീ ഇതൊക്കെ കരുതിക്കൂട്ടി ചെയ്യുന്നതല്ലേടി എന്ന് ചന്ദ്ര ഇങ്ങനെ ചോദിക്കാട്ടോ രേവതിയോട്. നിന്നോടടി ഞാൻ ചോദിച്ചേ. അന്നേരം എൻ്റെ പൊന്നമ്മേ ഞാനത് കരുതിക്കൂട്ടി ചെയ്തൊന്നും അല്ല എന്ന് രേവതി അന്നേരം ചന്ദ്രയോട് പറയാം. നീ ഈ ലോകത്തൊന്നും അല്ലെന്നാണല്ലോ തോന്നണത്, എന്നെ അടി നിനക്ക് പറ്റിയതെന്നൊക്കെ ചന്ദ്ര ഇങ്ങനെ ചോദിക്കുമ്പോൾ ശ്രുതിയെ നോക്കുക രേവതി. അല്ല നീ എന്താ എന്നെ തന്നെ നോക്കുന്നേ എന്ന് ശ്രുതി അന്നേരം രേവതിയോട് ചോദിച്ചു. അപ്പോൾ നിൻ്റെ മനസ്സിത് എവിടെയാടി? നിനക്ക് എന്നതാ, നിൻ്റെ വീട്ടിലെങ്ങാനും ആണോ എന്നൊക്കെ ചന്ദ്ര രേവതിയോട് ചോദിക്കുമ്പോൾ രേവതി ശ്രുതിയെ നോക്കുക കേട്ടോ.
എന്താ അടിയും നിനക്ക് പറ്റിയ, നിന്റെ തലയ്ക്കും തടി വല്ല അടിയും കിട്ടിയോ എന്നൊക്കെ ചോദിക്കാം. എൻ്റെ അമ്മ ഞാൻ ചായ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് രേവതി പോകുമ്പോൾ ഒന്നും എടുക്കണ്ട, ദേ ചായക്ക് പകരം ചിലപ്പോൾ നീ കാഴ്വെള്ളം കൊണ്ടുവരും, നിന്റെ തലക്കല്ല് ഇളക്കി കിടക്കുകയാണെന്നാണ് തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് മാറും കൊണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി ചന്ദ്രാകത്തേക്ക് കയറിപ്പോയി. അന്നേരം ശ്രുതി ഞാൻ പോയി എൻ്റെ ഈ കവചം ഒന്ന് മാറ്റിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി മുകളിലോട്ട് കയറിപ്പോയി. ഈശ്വരാ സ്വാമിയേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയൊക്കെ ആയിട്ട് ശ്രുതി മുകളിലേക്ക് കയറിപ്പോയി. ശ്രുതിയും പിന്നാലെ കയറി പോവുക. രേവതിയാണെങ്കിലും ആകെ ആരോടും പറയാൻ പറ്റാതെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കിളി പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുക. അത് കഴിഞ്ഞ് വൈകുന്നേരമായി ശ്രീകാന്തും വർഷയും കൂടെ വീട്ടിലേക്ക് വന്നു. രേവതി എടുത്തി എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛനെ വിളിച്ച് എഴുന്നേൽപ്പിക്കുക. എന്ത് ചേച്ചി ദേ എന്ത് നടന്നാലും എന്നോട് ഫോൺ ചെയ്ത് പറയാറുള്ളതല്ലേ, ഇക്കാര്യം മാത്രം എന്താ എന്നോട് പറയാതിരുന്നേ എന്നിങ്ങനെ രേവതിയോട് വർഷ ചോദിക്കുമ്പം എന്ത് കാര്യമായിരിക്കും, ഞാനെന്താ പറയാതിരുന്നേ എന്ന് പറഞ്ഞോട് രേവതി മനസ്സിലിങ്ങനെ ചിന്തിക്കുക. ഈശ്വര ശ്രുതിയുടെ കാര്യമായിരിക്കുമോ? അപ്പോൾ ചേച്ചി എന്താ ചേച്ചി ഒന്നും മിണ്ടാത്തേ എന്താ ചേച്ചി എന്ന് ചോദിച്ചു വർഷം. അപ്പോൾ സച്ചേട്ടൻ ചെയ്തൊന്നും ചേച്ചി അറിഞ്ഞില്ലേന്ന് ചോദിച്ചു. സച്ചേട്ടൻ എന്താ ചെയ്തേ? അപ്പോൾ ആ വിഷയമല്ല, സമാധാനമായെന്നും പറഞ്ഞ് രേവതി ഇങ്ങനെ അവിടെ നിൽക്കുക. അല്ല സച്ചേട്ടൻ എന്താ ചെയ്തേ എന്ന് രേവതി ചോദിച്ചു. എന്താ ചെയ്തതെന്നോ എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞ് നിൽക്കുമ്പം അവൻ എന്നെ ചെയ്യാനാ ബാറിൽ കയറി വെള്ളം അടിച്ച് ആരെങ്കിലും തല്ലി കാണും, അത് തന്നെയെന്നും പറഞ്ഞ് ചന്ദ്ര വരിക. അപ്പോൾ ഒന്ന് മിണ്ടായിരിക്കും ചന്ദ്ര എന്ന് രവേട്ടൻ പറഞ്ഞു. എന്താ നടന്നതെന്ന് അറിയില്ല, അതിന് മുന്നേ അവൾ കാര്യങ്ങളങ്ങ് തീരുമാനിക്കാൻ തുടങ്ങിയെന്നും ദേഷ്യത്തോടെ പറഞ്ഞിട്ട് നീ പറ മോളെ എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രുതിയും കൂടെ ഇറങ്ങി വരിക. വർഷ പറയുന്ന കേട്ടത്തൊന്നും അവനെന്തോ വലിയ കണ്ടുപിടിച്ചെന്ന്. അച്ഛാ അമ്മ പറയുന്നതാണ് ശരി, അവനെന്തെങ്കിലും കുടിച്ചുകൊണ്ട് വല്ല പ്രശ്നം ഉണ്ടാക്കി കാണും, അല്ലാണ്ട് അവനെന്താ വേറെ ചെയ്യാനുള്ളതെന്ന് ഇങ്ങനെ ശ്രുതിയും പറയുക. അപ്പം നീ മാസത്തിൽ ഓരോ കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തി കുറേ സമ്മാനങ്ങളൊക്കെ വാങ്ങുന്ന വലിയ ശാസ്ത്രജ്ഞനാണല്ലോ അല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ അന്നേരം ശ്രുതിക്കിട്ടൊരു കൊട്ടങ്ങ് കൊടുത്തു. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ ദേഷ്യപ്പെടുക. എടാ വിഷയം എന്താണെന്ന് അറിഞ്ഞിട്ട് നീ ആദ്യം വായ തുറക്കുക, അല്ലെങ്കിൽ മിണ്ടാണ്ടിരുന്നോണം അവിടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ടു. ശ്രീകാന്ത് നീ പറയാനുള്ള കാര്യം എന്ന് വെച്ച് പറയാൻ പറഞ്ഞു. അന്നേരം അച്ഛാ ഇന്ന് സച്ചേട്ടനാ ട്രെൻഡിങ് എന്ന് പറഞ്ഞു. സച്ചേട്ടൻ എന്താ ചെയ്തതെന്ന് അറിയും. അപ്പം എന്നാടാ ചെയ്തേ? എൻ്റെ അച്ഛ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛാ എന്ന് പറഞ്ഞ് പുറത്തുനിന്ന് ഒരു വിളി, അച്ഛാ എന്നും പറഞ്ഞു. അപ്പോൾ ഇവർ നോക്കുമ്പോൾ കയ്യിലൊരു പൊതിയുണ്ട്, അതുപോലെ കഴുത്തിലൊരു മാലയൊക്കെ കിടപ്പുണ്ട്. സച്ചി എടാ നീ എന്താണ് മാലയൊക്കെ ഇട്ടെന്ന് അച്ഛൻ അന്നേരം ചോദിച്ചു. രേവതി അന്തം വിട്ടിങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം, അതായത് ശ്രുതിക്കും ചന്ദ്രമതിക്കും ഇവരിങ്ങനെ അന്തം വിട്ടിങ്ങനെ നോക്കി നിൽക്കുക. മാലയോ, ഇനി ഇവർ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ എന്തെങ്കിലും ശ്രുതി. അപ്പം ഞാൻ അങ്ങോട്ട് വരാച്ചാന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ സച്ചിയേട്ടാ എന്താ ഇത് എന്ന് ചോദിച്ചു രേവതി. എങ്ങനെയുണ്ട്? അപ്പം നീ എന്താണ് ഈ മാലയൊക്കെ ഇട്ട് വരുന്നതെന്ന് ചോദിച്ചു. അപ്പം ആരും ഇവളോട് ഇപ്പോൾ പൂവൊന്നും വാങ്ങുന്നില്ലല്ലോ, കച്ചവടവും ഇല്ല, വാങ്ങിക്കാതെ വണ്ടിയുടെ ബോക്സിൽ കിടന്ന മാല ഇവനെടുത്ത് ഇട്ടതായിരിക്കും, ഒന്ന് അവരുടെ കഴുത്തിലിട്ട് കൊടുക്കാറുന്നില്ലേ എന്ന് ചന്ദ്ര സച്ചിയോട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വണ്ടിയുടെ ബോക്സിൽ നിന്ന് മാല എടുത്തിടുന്നത് നിങ്ങൾ കണ്ടായിരുന്നോ എന്ന് ചോദിച്ചു സച്ചി ചന്ദ്രയോട്. ഇവളുടെ കയ്യിൽ നിന്ന് പൂ മേടിക്കാൻ ആൾക്കാർ ക്യൂ ആണെന്നും സച്ചി പറയുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല കച്ചവടം നടക്കുന്നുണ്ടെന്ന്. ഇവൾക്കിട്ട് കുത്തു കൊടുക്കാൻ വേണ്ടി അവസരം നോക്കിയിരിക്കുകയാണല്ലോ നിങ്ങൾ. അപ്പോഴത്തേക്കും ചന്ദ്ര എന്നൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. സച്ചിൻ അത് വിട്ടുകളാം. സച്ചിൻ എന്തിനാ മാലയൊക്കെ കഴുത്തിലിട്ടിരിക്കുന്നേ, എന്നെ പറ്റിയേ? അപ്പം ഞാനിട്ടതല്ല, കുറേ പേര് ചേർന്നിട്ടതാണെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ പറയാം, ആദ്യം ഈ ലഡു നീ കഴിക്കാൻ പറഞ്ഞു. ലഡുവോ? നീ എടുക്കരേവതി എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്തു. നീ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ, കാര്യം എന്താണെന്ന് പറയടാ എന്ന് അച്ഛൻ. അതൊക്കെ ഞാൻ പറയാം അച്ഛാ. ശ്രീകാന്തേ നീ എല്ലാവർക്കും കൊടുക്കടാ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സച്ചി കൊടുത്തപ്പം ഓക്കെ പറഞ്ഞു ശ്രീകാന്ത്. അപ്പോൾ വിഷയം എന്താണെന്ന് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞ് വർഷ പറഞ്ഞു. അതിന് ഞാനത് പറഞ്ഞില്ലല്ലോ എന്ന് സച്ചി വർഷയോട് പറയണു. പിന്നെ നിങ്ങളെങ്ങനെ അറിഞ്ഞേ? സോഷ്യൽ മീഡിയയിൽ കണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വൈറലായോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഓരോരുത്തർക്ക് കൊടുക്കണു. അമ്മയ്ക്ക് കൊടുത്തപ്പോൾ എനിക്കൊക്കെ വേണ്ടാന്ന് പറഞ്ഞ് ചന്ദ്ര ഇരിക്കുക. എടാ ഞാൻ എടുത്തില്ലടാ, അമ്മയ്ക്കും കൂടെ ഉള്ള ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി വന്ന് 2 ലഡു എടുത്തോണ്ട് പോയി. 2 എടുത്ത് മോശമായി. ശ്രുതിക്ക് എടുത്തില്ല, എന്നാൽ 3 എടുക്കാം. ശ്രുതി 3 എടുത്തില്ലെങ്കിൽ മുടിഞ്ഞു പോകുമെന്ന് നീ കഴിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് കൊണ്ടേ കൊടുക്കുക ശ്രുതി. അപ്പോൾ സച്ചി ഇങ്ങനെ നിന്ന് ആലോചിക്കുക, ഇതെങ്ങനെ ഇവരറിഞ്ഞു? എടാ സച്ചി നീ എന്താ ആലോചിക്കുന്ന, ഈ കാര്യം പറയടാന്ന് പറഞ്ഞു അച്ഛൻ. അപ്പോൾ അല്ല അച്ഛാ, ഞാൻ എന്ത് ചെയ്താലും പെട്ടെന്ന് എല്ലാവരും അറിയുകയാണെന്നേ, എന്ത് ചെയ്യാനാണെന്നൊക്കെ നമ്മൾ സച്ചി നിൽക്കുക. അതിനിടയിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നോ? അല്ല ഇപ്പം അങ്ങനെയാണല്ലോ, എന്ത് വന്നാലും ആളുകൾ പറഞ്ഞല്ല എല്ലാവരും അറിയുന്നത്. ഇപ്പം സോഷ്യൽ മീഡിയ വഴിയാണല്ലോ എല്ലാവരും എല്ലാം അറിയുന്നത് അല്ലേ? അതിനിടയിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല എന്നൊക്കെ പറയാം. എടാ നീ കാര്യം എന്താണെന്ന് ആദ്യം പറയടാന്ന് പറഞ്ഞു അച്ഛൻ. അതെ അച്ഛാ, ഞാൻ തന്നെ പറയാം. ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന വഴി ഒരു പെണ്ണ് എൻ്റെ കാറിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞു. അപ്പം എന്തൊരു മണ്ടനാ ഇവൻ, പെണ്ണല്ലാണ്ട് പിന്നെ ആണ് പ്രസവിക്കോടാ എന്ന് ശ്രുതി വന്ന് ചോദിക്കുമ്പോൾ പ്രസവിക്കും, നീ ആണല്ലല്ലോ എന്ന് സച്ചി ശ്രുതിയോട് പറയാം. അപ്പം അച്ഛാ എന്ന് പറഞ്ഞ് ശ്രുതി ഇങ്ങനെ. എടാ
എന്ന് പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിക്ക് ദേഷ്യം. അല്ലെങ്കിലും ഇവൻ്റെ വണ്ടിയിൽ എങ്ങനെയാണ് പ്രസവിക്കാതിരിക്കുന്നത്? ഇവന് നേരാവണ്ണം കാർ ഓടിക്കാനെങ്കിലും അറിയോ? എൻ്റെ അഭിപ്രായത്തിൽ ഇവൻ്റെ കാറിലെ ഗർഭിണികളൊന്നും കയറാതിരിക്കുന്നതാണ് നല്ലതെന്ന് ശ്രുതി ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ അതെ, കുഴിയുള്ള റോട്ടിൽ കൂടെയൊക്കെ വേഗത്തിൽ കാർ ഓടിച്ച് കാണും, അതുകൊണ്ടായിരിക്കും ആ സ്ത്രീ പ്രസവിച്ചത് എന്ന് ഈ ശ്രുതി പറയുമ്പോൾ അതെ അതെ, ഇതൊക്കെ വലിയ കുറ്റമാണച്ചാ, പോലീസ് ഇവൻ്റെ പേരിൽ കേസെടുത്ത് കാണുമല്ലേ എന്നൊക്കെ ശ്രുതി ചോദിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കുക സച്ചി. ജാമ്യം കിട്ടിയ സന്തോഷത്തിലെ കൂട്ടുകാർ പൂമാലയിട്ട് സ്വീകരിച്ചതായിരിക്കും എന്നൊക്കെ ശ്രുതി പറയാം. അച്ഛൻ ഞാൻ ഇവരെ എന്താ അച്ഛാ വേണ്ടത്? നീ ഒന്നും വേണ്ട, നീ ഒന്നും മിണ്ടാതിരുന്നേ, നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു സച്ചി. അന്നേരം അച്ഛാ പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകണ വഴി കാറിൽ വെച്ചാൽ പെണ്ണിന് പെട്ടെന്ന് വേദന വന്നു. ഹോസ്പിറ്റലിലേക്ക് കുറച്ചുകൂടി ദൂരമുണ്ട്. അപ്പോൾ എത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി, അത് റിസ്ക് ആണേ. അപ്പോൾ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ഒരു ചേച്ചി എനിക്കറിയാം. ഓ വൈറ്റാട്ടി എന്ന് പറഞ്ഞ ശ്രുതി നിൽക്കുമ്പോൾ മിണ്ടാരിടാന്ന് പറഞ്ഞു അച്ഛൻ. വാ നിറച്ച് ലഡുവും കുത്തി നിറച്ചാ പറയണത് ശ്രുതി. അപ്പോൾ അവർ പ്രസവം എടുക്കാറുണ്ടാച്ചാ, ഞാൻ വേഗം കാറ് മാർക്കറ്റിലേക്ക് വിട്ടു എന്ന് സച്ചി പറയാം. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ കേൾക്കാൻ ആകാംക്ഷയോടെ ഇരിക്കും കേട്ടോ. പിന്നെ ഞാൻ ചേച്ചിയുടെ മുന്നിൽ കാർ നിർത്തി ചേച്ചിയോട് കാര്യം പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് കാറിന് ചുറ്റും ഒരു തുണി ചുറ്റാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ വേഗത്തിൽ തുണി ചുറ്റി. അപ്പോൾ എല്ലാവരും ഇങ്ങനെ കണ്ണും ഇങ്ങനെ നോക്കിയിരിക്കുക. പിന്നെ സംഭവിച്ച കാര്യങ്ങളെല്ലാം സച്ചി പറയാം. അവർ ചൂടുവെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്നു. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനായി. അപ്പോൾ എൻ്റെ കാലും കൈയൊക്കെ വരച്ചിട്ട് എനിക്ക് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നിട്ട് എന്തായിടാ എന്ന് അച്ഛൻ ചോദിക്കുമ്പോഴേക്കും അതെ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുകയാണെന്ന് വർഷം പറഞ്ഞു. അപ്പോൾ കണ്ടോ എന്ന് പറഞ്ഞു സച്ചി. എടാ ബാക്കി പറയടാ എന്ന് പറഞ്ഞു അച്ഛൻ. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? എന്നിട്ട് അച്ഛാ അപ്പോഴും പ്രസവിച്ചാ ദേ നല്ല സുഖപ്രസവമായിരുന്നു. കാറിലോ? അതെ അച്ഛാ. അപ്പം അച്ഛനും വരെ ഭയങ്കര സന്തോഷമായിട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഞെട്ടലോടെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക. അപ്പോഴത്തേക്കും ചന്ദ്രയ്ക്ക് അതൊക്കെ പുച്ഛത്തോടെ ചന്ദ്രൻ നമ്മുടെ സച്ചിയെ നോക്കിയിരിക്കുന്നിടത്ത് സച്ചി അച്ഛനും ഒക്കെ ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നിടത്തും ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണോട്ടെ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തന്നെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് നിന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ. ടാറ്റാ.